ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബൈക്ക് ബ്ലാസ്റ്റർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ നമുക്ക് സെമി ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്ക് കവറാണ്. നല്ല അടിപൊളി കവറിങ്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള പ്രൊഡക്റ്റാണ് വരുന്നത്. അപ്പോൾ നമ്മളെ പാക്കേജ് ഇതാണ്. അതിൽ കൂടുതലായിട്ട് ഇവർ ഇൻസ്ട്രക്ഷൻസ് ഫുള്ള് വിത്ത് ഫോട്ടോസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ബോക്സിൻ്റെ പുറത്ത് 4 വശങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 850 രൂപയുടെ ഉള്ളിലാണ്. ഇവരെ ഒരു കോംപ്ലിമെൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ഷൈനിങ് ഉള്ള ഒരു സ്പോഞ്ച് ഇവർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ MRP വരുന്നത് 25 രൂപയാണ്. അത് ഈ പാക്കേജിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇതാണ് ആ പ്രൊഡക്റ്റ് വരുന്നത്. അതിൻ്റെ MRP 25 രൂപയാണ് വരുന്നത്. ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ്. പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ മെറ്റാലിക്കും ആയിട്ടുള്ള ക്ലാമ്പൊക്കെ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിപ്പോൾ ഇൻസ്ട്രക്ഷൻസ് അതുപോലെ തന്നെ എങ്ങനെയാണ് യൂസ് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ബുള്ളറ്റിനാണ് ഇത് ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അവരെ അഡ്രസ്സും കാര്യങ്ങളും എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യുക എന്നീ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. ഒരു പ്ലാസ്റ്റിക് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ ഇവർ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഏകദേശം ഒരു 6 ഇഞ്ച് സൈസ് മാത്രമാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇത് ആദ്യമായിട്ടൊന്ന് അഴിച്ചെടുക്കുന്ന സമയത്ത് ചെറിയൊരു ഡിഫിക്കൽട്ടീസ് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പതിയെ വലിക്കുക, പതിയെ വലിച്ചു കഴിഞ്ഞാൽ കീറാത്ത ഒരു ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ്. പതിയെ വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് കാണുന്ന റോപ്പാണ് ഇതിൻ്റെ എൻഡ് വരിക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമുക്കത് റിമൂവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുക. ഇതാണ് നമ്മളെ അതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. നമ്മുടെ കുടയുടെയൊക്കെ ഒരു മെറ്റീരിയലായിട്ട് സാമ്യം തോന്നുന്ന ഒരു പ്രൊഡക്റ്റാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്, ഫോൾഡബിൾ ആണ്. നമ്മളെ നോർമൽ ഷീറ്റിൻ്റെ ആ ഒരു മെറ്റീരിയലല്ല, കുടയുടെ സെയിം അംബ്രല്ലാസിൻ്റെ ഒക്കെ സെയിം മെറ്റീരിയലാണ് ഈ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ബുള്ളറ്റിൻ്റെ ഒരു 75% മെയിനായിട്ട് ടാങ്ക്, അതുപോലെ തന്നെ സീറ്റ്, ബാക്ക്, ടയർ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും കവറാവുന്നുണ്ട്. ഈ ഒരു രീതിയിൽ 2 ഹുക്കും അതുപോലെ തന്നെ ഉള്ളിൽ വേറൊരു ഹുക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കവറാവുക. അപ്പോൾ മെയിനായിട്ട് നമ്മളെ ടാങ്ക്, ബാക്കിയുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കവറാവുന്നുണ്ട്. അടിയിലുള്ള ഒരു ചെറിയൊരു പോർഷൻ അത് മാത്രമാണ് 2 സൈഡിൽ ടയറിൻ്റെ അടുത്ത് മാത്രമാണ് ചെറിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ ഒരു ഏരിയയും പൂർണ്ണമായിട്ട് നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. അപ്പം ബുള്ളറ്റിന് നമുക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ചെറിയ സൈസിലുള്ള വണ്ടികൾക്ക് പൂർണ്ണമായിട്ട് ഇത് യൂസ്ഫുൾ തന്നെയാണ്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുന്ന രീതി വളരെ സിമ്പിളാണ്. കമ്പനി കൊടുക്കുന്ന ക്ലാമ്പ് ഉണ്ട്. ഇവിടെ 2 നട്ട് ആൻഡ് ബോൾട്ട് സിസ്റ്റമാണ്. അത് സ്റ്റോപ്പർ ടൈപ്പ് നട്ട് ആൻഡ് ബോൾട്ട് ഉണ്ട്. ടോട്ടൽ 4 നട്ട് ആൻഡ് ബോൾട്ടാണ് വരിക. അത് കൂടാതെ 2 ക്ലാമ്പ്, ഒരെണ്ണം അതിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതിലൊരു സ്പോഞ്ചി ഒരു മെറ്റീരിയൽ വരുന്നുണ്ട്. റസ്റ്റ് അതുപോലെ തന്നെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഈ ഒരു മെറ്റീരിയലാണത്. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ സൈഡിലെ സാരി ഗാർഡിൻ്റെ കറക്റ്റ് 2 ലൈൻസിൽ അല്ലെങ്കിൽ 3 ലൈൻസിൽ എത്രയാണ് കറക്റ്റ് സൂട്ടാവുക എന്നുള്ള രീതിയിൽ നമ്മൾ വെക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ അഴിച്ചെടുത്തിട്ട് ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന 2 നട്ട് ആൻഡ് ബോൾട്ട് ഉണ്ട്. 2 നമ്മൾ അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എക്സ്ട്രാ ഒരു ലെയർ പ്രൊട്ടക്ഷൻ. ഇവിടെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കമ്പനി തന്നതല്ല. അത് ഈ ഒരു രീതിയിൽ നമ്മളെ അതിൽ അറ്റാച്ച് ചെയ്ത അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഒരു പീസുണ്ട്, അത് വെക്കുക. ഇതുപോലെ ജസ്റ്റ് ഫേസ് ചെയ്ത് വെക്കുക. ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ കമ്പനി പറയുന്നുണ്ട് ആ ഒരു ഹോളുള്ള വശം മുകളിലോട്ട് എന്നുള്ള രീതിയിലാണ് വെക്കേണ്ടത്. ഉള്ളിലോട്ട് എങ്ങനെയായാലും വെള്ളം കയറില്ല. അതുകൊണ്ട് തിരിച്ച് ഫിറ്റ് ചെയ്യേണ്ട, കറക്റ്റ് മുകളിലോട്ട് എന്നുള്ള രീതിയിൽ തന്നെ, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറ്റാൻ പറ്റൂ. ഇത് ഉള്ളിലോട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ക്ലാമ്പും ഫിക്സ് ചെയ്തിട്ട് നട്ട് ആൻഡ് ബോൾട്ട് വരുന്നുണ്ട്. 4 എണ്ണമാണ് വരിക. ഒരെണ്ണം നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് വരുന്നത് വിത്ത് ഒരു സ്റ്റോപ്പറുള്ള ഒരു ടൈപ്പാണ്. അതായത് ഊരി പോവാതിരിക്കാനുള്ളത് രണ്ടാമത് ഇടുക.
അതിലുള്ള വലിയ സൈസുള്ള ഒരു വരുന്നത് രണ്ടാമത് ഇടുക. അതിനുശേഷം നന്നായിട്ട് നമ്മുടെ പ്ലാനർ അല്ലെങ്കിൽ സ്പാനർ വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഈ കാണുന്ന പോലെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഒരെണ്ണം അവിടെ തന്നെ ഇൻബിൽട്ടായിട്ടുണ്ടാവും, രണ്ടെണ്ണം നമ്മൾ ഇടുക, മുകളിലും താഴെയായിട്ട് ഇടുക. അപ്പോൾ ഇത്രയാണ് നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഫിറ്റിങ്സ് വരുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഹോൾ ഈ ഒരു മുകളിൽ വരുന്ന വശത്ത് വരുന്ന ആ ഒരു രീതിയിൽ ഫിക്സ് ചെയ്യുക. സ്പാനർ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മെറ്റീരിയൽ കുടയുടെ മെറ്റീരിയലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നാലും സ്ട്രോങ് ആണ്, ഫ്ലെക്സിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തോട്ട് പൂർണ്ണമായിട്ട് ഇത് ഈസി ആയിട്ട് കയറും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കയറും. ഇതുപോലെ വലിച്ച് പിടിക്കുക. ഇതുപോലെ വലിച്ച് പിടിച്ചിട്ട് ആണ് നമ്മളിത് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്, നമുക്ക് അവിടെ ബാക്കിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ക്ലിപ്പാണ്. അപ്പോൾ നമ്മളിതുപോലെ നിവർത്തി വെക്കുക. ഇപ്പോൾ റെയിനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് നിവർത്തി വെക്കുക. അതിന് ശേഷമാണ് നമ്മളിത് ഫോൾഡ് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിൽ പിടിക്കുക. ഈ ഒരു രീതിയിൽ പിടിച്ചതിന് ശേഷം അവിടെ കാണുന്ന ആ ഒരു റൊട്ടേഷനിൽ വരുന്ന ആ ഒരു ഹാൻഡിൽ വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു സംഭവം. നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കൈ കൊണ്ട് കറക്റ്റ് ഷേപ്പ് നല്ല പ്രസ് ചെയ്തിട്ട് എയറൊക്കെ ഉണ്ടെങ്കിൽ പ്രസ് ചെയ്ത് ഉള്ളോട്ട് കയറ്റുക. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ഉള്ളോട്ട് പോകും. അഥവാ ഉള്ളോട്ട് പോകില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എയർ ആയിട്ടുണ്ടാവും. ആ സൈസ് മാക്സിമം അതിൻ്റെ ഉള്ളോട്ട് കയറുന്ന ആ ഒരു പോർഷൻ എത്തുമ്പോൾ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഉള്ളോട്ട് പോകും. നൈസായിട്ടുള്ള മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിലപ്പോൾ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം ഒന്ന് കെയർ ചെയ്യുക. ബാക്കിയുള്ളത് നമുക്ക് എന്തായാലും യൂസ്ഫുൾ തന്നെയാണ്. റെയിനി സീസണിൽ നമുക്കിത് ഫോൾഡ് ചെയ്യാൻ വെക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു പീസ്, ചെറിയൊരു പീസ് പുറത്തോട്ട് വെക്കുക. അപ്പോൾ ഇതാണ് റെയിനി സീസണിൽ യൂസ് ചെയ്ത ഒരു റിവ്യൂ ആണിത്. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ് എല്ലാ കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബൈ.